തൃശൂർ മണ്ഡലത്തിൽ പ്രചാരണത്തിനിടെ ഉയർന്ന വീറും വാശിയും പ്രതിഫലിക്കുന്നത് തന്നെയായിരുന്നു കലാശക്കൊട്ടും. തൃശൂർ പൂരത്തിന് കുടമാറ്റം നടക്കുന്ന തെക്കേ ഗോപുരനടയ്ക്ക് സമീപം നടന്ന കലാശക്കൊട്ട് തെരഞ്ഞെടുപ്പ് ഉത്സവത്തിന്റെ ആവേശം വിതറുന്നതായി. കലാശക്കൊട്ട് നടക്കുന്നിടത്തേക്ക് ആദ്യമെത്തിയത് UDF പ്രവർത്തകരും സ്ഥാനാർത്ഥി കെ മുരളീധരനും. പൂരം വിവാദം തെരഞ്ഞെടുപ്പിൽ പ്രധാന ചർച്ചയെന്ന് മുരളീധരൻ നേരത്തെ പ്രതികരിച്ചിരുന്നു. പൂരം മുടക്കികളെ ജനങ്ങൾ ഒരിക്കലും അംഗീകരിക്കില്ല, അതുപോലെ തന്നെ വർഗീയവാദികളെയും ജനങ്ങൾ അംഗീകരിക്കില്ല. അതുകൊണ്ട് തന്നെയാണ് UDFന് 100% പ്രതീക്ഷയുള്ളത്. വാദ്യമേളങ്ങളുടെയും മറ്റും അകമ്പടിയിൽ നിരവധി പ്രവർത്തകർക്കൊപ്പം പിന്നീടെത്തിയത് LDF സ്ഥാനാർത്ഥി VS സുനിൽകുമാർ. പൂരവും കരുവന്നൂരും ഉയർത്തി രാഷ്ട്രീയ ചർച്ചകളിൽ നിന്നും ശ്രദ്ധ തിരിക്കുകയാണ് ഇരുമുന്നണികളുമെന്ന് VS സുനിൽകുമാർ നേരത്തെ പ്രതികരിച്ചിരുന്നു. ഇവിടെ എല്ലാ കാര്യങ്ങളും ഒരു പ്രൊപ്പഗൻഡ ഉപയോഗിച്ചുകൊണ്ടും വാർത്ത സൃഷ്ടിച്ചുകൊണ്ടും വ്യാജ പ്രചരണങ്ങൾ നടത്തിക്കൊണ്ടും പിന്നെ എതിരാളികൾക്കെതിരായിട്ടുള്ള പല വ്യാജമായിട്ടുള്ള ആരോപണം ഉന്നയിച്ചുകൊണ്ടും വോട്ട് നേടുക എന്നുള്ള സമീപനമാണ് ചില ആളുകൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. ഇനിയുള്ള ദിവസങ്ങളിലും ചിലപ്പോൾ ഇപ്പോൾ തൃശ്ശൂർ പൂരത്തിനിടയിൽ എന്തിനാണ് ഇങ്ങനെ ഒരു വിവാദം ഉണ്ടാക്കി? എന്തിനാണ് കൊട്ടിക്കലാശത്തിൽ അവസാനം കളന്നിറയാനെത്തിയത് BJP സ്ഥാനാർത്ഥി സുരേഷ് ഗോപി. കരുവന്നൂരിലെ ജീവിതങ്ങളുടെ ദുരിതമാണ് പ്രധാന വിഷയമെന്ന് സുരേഷ് ഗോപിയും പ്രതികരിച്ചു. കരുവന്നൂർ ജീവിതങ്ങളുടെ വിഷയമാണ്, അത് വിഷയം തന്നെയാണ്. അതിന് എന്ത് തന്നെയാണ് റിസൾട്ടെങ്കിലും അത് കെട്ടിപ്പൂട്ടിയിരിക്കും. കരുവന്നൂരും പൂരവും തുടങ്ങി നിരവധി വിഷയങ്ങൾ ചർച്ച ചെയ്യപ്പെട്ട പ്രചാരണത്തിന്റെ അവസാനവും നിറഞ്ഞു നിൽക്കുകയാണ് വിവാദങ്ങൾ. റിപ്പോർട്ടർ, തൃശൂർ.